പയ്യന്നൂർ നഗരസഭാ കൗൺസിലറും ഡിവൈഎഫ്ഐ നേതാവുമായ വി.കെ. നിഷാദിനെ പരോൾ അനുവദിച്ചത് ചട്ടങ്ങൾ മറികടന്നാണെന്ന് ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ. വിനോദ് കുമാർ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. ജയിൽ ചട്ടങ്ങൾ മറികടന്നാണ് ഒരു മാസത്തിനുള്ളിൽ പരോൾ നൽകിയത്. പോലീസും റൂറൽ എസ്.പിയും ജയിൽ സൂപ്രണ്ടും എന്തടിസ്ഥാനത്തിലാണ് പരോൾ നൽകാൻ ശുപാർശ നൽകിയതെന്ന് വ്യക്തമാക്കണം. പിതാവിന്റെ സർജറി എന്ന് പറഞ്ഞാണ് നിഷാദ് അപേക്ഷ നൽകിയത്. എന്നാൽ സർജറി 3 മാസം മുൻപേ നടന്നു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ ചട്ടങ്ങൾ മറികടന്ന് ജയിൽ വകുപ്പ് അനുവദിച്ച പരോൾ റദ്ദാക്കണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. നിഷാദിന് ശിക്ഷ കൽപ്പിച്ചിട്ട് കഴിഞ്ഞ നവംബർ 25-നാണ് കോടതി വിധിയുണ്ടായത്. ഇന്നലെ ഡിസംബർ 26 ഈ ഒരു മാസം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് പരോൾ അനുവദിച്ചിരിക്കുന്നു. പരോൾ അനുവദിക്കാൻ നൽകിയ അപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞ എന്താ? നിഷാദ് പറഞ്ഞത് അച്ഛൻ്റെ സർജറിയാണ്, അതുകൊണ്ട് പരോൾ അനുവദിക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ 3 ആഴ്ച മുമ്പേ നിഷാദിൻ്റെ അച്ഛൻ ശശി, 65 വയസ്സുകാരനായ ശശിയുടെ സർജറി കഴിഞ്ഞു. കാൽമുട്ടിൻ്റെ തേയ്മാനവുമായി ബന്ധപ്പെട്ട സർജറി കഴിഞ്ഞു. 3 ആഴ്ച മുമ്പേ സർജറി കഴിഞ്ഞ ഒരാൾക്ക് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചത്? അപ്പോൾ സർജറിയുടെ പേരിൽ ആണ് അദ്ദേഹം പരോൾ അപേക്ഷയിൽ കൊടുത്തത്. എന്നാൽ 3 ആഴ്ച മുമ്പേ സർജറി കഴിഞ്ഞു. ആ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചത്? പരോൾ അനുവദിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതായിരിക്കുമല്ലോ പരോൾ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ എന്തടിസ്ഥാനത്തിൽ പയ്യന്നൂരിലെ ലോക്കൽ പോലീസ് എന്തടിസ്ഥാനത്തിലാണ് നിഷാദിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങൾ ഇല്ലാതായി പോയോ? അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ ഒരു അനാവശ്യമായ അല്ലെങ്കിൽ അക്രമങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല എന്ന് ലോക്കൽ പോലീസിന് ബോധ്യമുണ്ടായോ? എന്തടിസ്ഥാനത്തിലാണ് ലോക്കൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? കണ്ണൂർ റൂറൽ എസ്.പി എന്തടിസ്ഥാനത്തിലാണ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഇനി ജയിൽ സൂപ്രണ്ട് എന്തടിസ്ഥാനത്തിലാണ് ജയിൽ സൂപ്രണ്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഈ 3 പേരും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമല്ലേ ജയിൽ DGP പരോൾ അനുവദിക്കൂ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിഷാദിൻ്റെ ജയിലിനകത്തുള്ള പെരുമാറ്റത്തിനെക്കുറിച്ച് എന്ത് വിലയിരുത്തലാണ് സൂപ്രണ്ട് നടത്തിയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ പരോളിന് അനുവദിക്കേണ്ടതായ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട്, ജയിൽ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ നിഷാദിന് പരോൾ അനുവദിച്ചിട്ടുള്ളത്. കളവ് പറഞ്ഞിട്ടാണ് പരോൾ നേടിയിരിക്കുന്നത്. പരോൾ നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? നിഷാദിനെ പോലെയുള്ള ആളുകൾ പരോൾ നേടിക്കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകും. അപ്പീൽ പോകുന്ന അവസരത്തിൽ സാക്ഷികളെ കൂറുമാറ്റണം, സാക്ഷിമൊഴി മാറ്റണം, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു. ഇന്നലെ മുതൽ ആരംഭിച്ചു എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. ആ സംഭവത്തിലുള്ള സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പീൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അനുകൂലമായി മൊഴി നൽകിയില്ലെങ്കിൽ നിന്നെയൊന്നും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണി അദ്ദേഹം പല സ്ഥലങ്ങളും ഉന്നയിച്ചതായാണ് നാം കേൾക്കുന്നത്.